PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് 9ാം ക്ലാസ്സിലെ തന്നെ 2ാമത്തെ ചാപ്റ്ററാണ്. കിഴക്കും പടിഞ്ഞാറും വിനിമയങ്ങളുടെ കാലഘട്ടം എന്നുള്ള ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മാർക്കോ പോളോയുടെ ചില വേർഡ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. നോക്കുക. മരുഭൂമിയിലെ യാത്രക്കിടയിൽ രാത്രി സമയത്ത് ഏതെങ്കിലും കാരണവശാൽ കൂട്ടം തെറ്റി എന്നിരിക്കട്ടെ, കൂട്ടത്തിൽ തിരികെ ചേരാൻ ശ്രമിക്കുന്ന സമയത്ത് ഇരുട്ടിൽ നിന്ന് തൻ്റെ സംഘത്തിൽപ്പെട്ടവർ സംസാരിക്കുന്നതായി അയാൾക്ക് തോന്നും. ചിലപ്പോൾ തൻ്റെ പേര് പറഞ്ഞു തന്നെ ഈ ശബ്ദങ്ങളുടെ പിന്നാലെ പോയാൽ വഴിതെറ്റിപ്പോവുകയും മരണപ്പെടുകയും സാധാരണമാണ്. ചിലപ്പോൾ രാത്രിയിൽ കുതിരയുടെ കുളമ്പടി ശബ്ദം കേൾക്കാം. ശബ്ദം കേട്ട ദിക്കിലേക്ക് പോയാൽ കുഴപ്പത്തിൽപ്പെട്ടതു തന്നെ. ചിലപ്പോൾ കേൾക്കുക പെരുമ്പറ ശബ്ദവും ആയുധങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദവുമായിരിക്കും. ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കുവാൻ കച്ചവട സംഘങ്ങൾ കഴിയുന്നത്ര ഒരുമിച്ച് കഴിച്ചുകൂട്ടുകയും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അടുത്ത ദിവസം യാത്ര പോകേണ്ട ദിക്കിലേക്ക് ദിശാസൂചകം വയ്ക്കുകയും മൃഗങ്ങളുടെ കഴുത്തിൽ ചെറിയ മണികൾ കെട്ടുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതെന്താണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്? പ്രശസ്ത യൂറോപ്യൻ സഞ്ചാരിയായിരുന്ന മാർക്കോ പോളോയുടെ സഞ്ചാരക്കുറിപ്പിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് ഈ തന്നിരിക്കുന്നത്. മധ്യകാലത്തെ വ്യാപാര സംഘങ്ങളെ കുറിച്ചാണ് അദ്ദേഹം വിവരിക്കുന്നത്. പ്രധാനമായും കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വ്യാപാരത്തിലേർപ്പെട്ട ഈ സംഘങ്ങൾ അപകടം നിറഞ്ഞ വാണിജ്യ പാതകളിലൂടെ അതിസാഹസികമായാണ് സഞ്ചരിച്ചിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. പ്രശസ്ത യൂറോപ്യൻ സഞ്ചാരിയായിരുന്ന മാർക്കോ പോളോയുടെ സഞ്ചാരക്കുറിപ്പിൽ നിന്നെടുത്ത ഭാഗമാണ്. ഇവിടെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അദ്ദേഹം മധ്യകാലത്തെ വ്യാപാര സംഘങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. പ്രധാനമായും കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വ്യാപാരത്തിൽ ഏർപ്പെട്ട ഈ സംഘങ്ങൾ അപകടം നിറഞ്ഞ വാണിജ്യപാതകളിലൂടെ അതിസാഹസികമായാണ് സഞ്ചരിച്ചിരുന്നത്. ഓക്കെ, ഇനി മധ്യകാല ലോകത്തെ 2 പ്രധാനപ്പെട്ട വാണിജ്യ പാതകൾ നമുക്ക് താഴെ തന്നിട്ടുണ്ട്. നോക്കുക. ഒന്ന്, ഈ ബ്ലൂ കളർ ലൈനായിട്ട് കൊടുത്തിരിക്കുന്നതുണ്ടോ? അതേ ഇവിടെ നീല കളറിൽ കൊടുത്തിരിക്കുന്നതാണ് പട്ടുതുണിപ്പാത. പിന്നെ ഈ ആരോ മാർക്ക് ഇട്ടിട്ട് റെഡ് കളർ കൊടുത്തിരിക്കുന്ന എന്താണ്? സുഗന്ധ വ്യഞ്ജന പാതയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 2 വാണിജ്യ പാതകൾ തന്നിട്ടുള്ളത് നോക്കിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക. ചൈന അല്ലെ, ഇവിടെ ചൈനയുണ്ട്. അപ്പോൾ കിഴക്കൻ ചൈന മുതൽ പടിഞ്ഞാറൻ യൂറോപ്പ് വരെ, ഓക്കെ, കിഴക്കൻ ചൈന മുതൽ പടിഞ്ഞാറ് യൂറോപ്പ് വരെ ഈ പാതകൾ വ്യാപിച്ചിരിക്കുന്നു. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതില്ലേ, കിഴക്കൻ ചൈന മുതൽ പടിഞ്ഞാറ് യൂറോപ്പ് വരെ ഈ പാത വ്യാപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. കിഴക്കിനെയും പടിഞ്ഞാറിനെയും ബന്ധിപ്പിച്ചിരുന്ന ഈ വാണിജ്യ പാതകളെ പട്ടുതുണി പാതയെന്നും സുഗന്ധവ്യഞ്ജന പാതയെന്നും വിളിച്ചിരുന്നു. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, നീല കളറിൽ കണ്ടത് പട്ടുതുണി പാതയെന്നും ചുവന്ന കളറിൽ കണ്ടത് സുഗന്ധവ്യഞ്ജന പാതയെന്നും അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ കിഴക്കിനെയും പടിഞ്ഞാറിനെയും ബന്ധിപ്പിച്ചിരുന്ന ഈ വാണിജ്യ പാതകളെ എന്തെന്ന് പറയാം?
പട്ടുതുണി പാതയെന്നും സുഗന്ധവ്യഞ്ജന പാതയെന്നും വിളിച്ചിരുന്നു. ഇനി പട്ടുതുണിപ്പാത കരയിലൂടെയും സുഗന്ധവ്യഞ്ജന പാത കടൽ മാർഗവുമായിരുന്നു. കാണുന്നുണ്ടോ? പട്ടുതുണിപ്പാത കരമാർഗം അല്ലേ? ഇവിടെ നോക്കുക, കരമാർഗമാണ് പട്ടുതുണിപ്പാത, കാണുന്നുണ്ടല്ലോ. ഇനി ഇവിടെ നോക്കൂ, സുഗന്ധവ്യഞ്ജന പാത കടൽ മാർഗവുമാണ്. ഓക്കെ, കാണുമ്പോൾ അറിയുന്നുണ്ടല്ലോ, ചിത്രം നോക്കി മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ചിത്രം നേരെ ക്ലിയർ ആവുന്നില്ലേ? നോക്കുക. അപ്പൊ എന്താണ്? പട്ടുതുണിപ്പാത കരയിലൂടെയും സുഗന്ധവ്യഞ്ജന പാത കടൽ മാർഗവുമായിരുന്നു. അനേകം കച്ചവട കേന്ദ്രങ്ങളിലൂടെ ഈ പാതകൾ കടന്നു പോകുന്നുണ്ട്. അനേകം കച്ചവട കേന്ദ്രങ്ങളിലൂടെ, ഇവിടെ കച്ചവട കേന്ദ്രങ്ങളുടെ പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പൊ അതിലൂടെ എല്ലാം ബാഗ്ദാദ്, മിലാൻ, വെനീസ്, ജനോവ, അങ്ങനെ കുറെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലൂടെ എല്ലാം ഈ പാതകൾ കടന്നു പോകുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പിക്ചറിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് അല്ലേ? അപ്പൊ എന്താണ് പട്ടുതുണിപ്പാത? അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത് എന്താണ്? ചൈന മുതൽ യൂറോപ്പ് വരെ വ്യാപിച്ചിരുന്ന കരമാർഗമുള്ള വാണിജ്യപാതയാണ് പട്ടുതുണിപ്പാത എന്നറിയപ്പെടുന്നത്. സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്നത് എന്താണ്? ചൈന മുതൽ യൂറോപ്പ് വരെ വ്യാപിച്ചിരുന്ന കരമാർഗമുള്ള വാണിജ്യപാതയാണ് പട്ടുതുണിപ്പാത എന്നറിയപ്പെട്ടിരുന്നത്. കിഴക്കിനെയും പടിഞ്ഞാറിനെയും ബന്ധിപ്പിച്ചിരുന്ന ഈ വാണിജ്യപാതയ്ക്ക് ഏകദേശം 6000 കിലോമീറ്റർ ദൈർഘ്യമുണ്ടായിരുന്നു. ഓക്കെ, കിഴക്കിനെയും പടിഞ്ഞാറിനെയും ബന്ധിപ്പിച്ചിരുന്ന ഈ സിൽക്ക് റൂട്ട് അല്ലെങ്കിൽ പട്ടുതുണി പാതയ്ക്ക് എത്ര ദൈർഘ്യമുണ്ടായിരുന്നു? 6000 കിലോമീറ്റർ ദൈർഘ്യമുണ്ടായിരുന്നു. ചൈന, ഇന്ത്യൻ ഉപഭൂഖണ്ഡം, പേർഷ്യ, യൂറോപ്പ്, ആഫ്രിക്കയുടെ വടക്കൻ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ വാണിജ്യ, സാംസ്കാരിക, വൈജ്ഞാനിക വളർച്ചയ്ക്ക് പട്ടുതുണിപ്പാതയും പാതയിലെ വിശ്രമ കേന്ദ്രങ്ങളായിട്ടുള്ള സരായികളും പ്രധാന പങ്കുവഹിക്കുകയുണ്ടായി. ഓക്കെ, ചൈന, ഇന്ത്യൻ ഉപഭൂഖണ്ഡം, പേർഷ്യ, യൂറോപ്പ്, ആഫ്രിക്കയുടെ വടക്കൻ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ വാണിജ്യ, സാംസ്കാരിക, വൈജ്ഞാനിക വളർച്ചയ്ക്ക് എന്ത് കാരണമായി? പട്ടുതുണിപ്പാതയും പാതയിലെ വിശ്രമ കേന്ദ്രങ്ങളായിട്ടുള്ള സരായികൾ. ഓക്കെ, സരായികളാണ് വിശ്രമ കേന്ദ്രങ്ങൾ അറിയപ്പെടുന്നത്. വിശ്രമ കേന്ദ്രങ്ങളായിട്ടുള്ള സരായികളും പ്രധാന പങ്കുവഹിക്കുകയുണ്ടായി. ഓക്കെ, മധ്യകാലത്തിന്റെ ആരംഭത്തിൽ ദുർബലമായിരുന്ന കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വ്യാപാരം കുരിശ് യുദ്ധത്തിന്റെ ആരംഭത്തോടെ ശക്തി പ്രാപിച്ചു. അപ്പൊ കുരിശ് യുദ്ധം എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു അല്ലെ? അപ്പൊ മധ്യകാലത്തിന്റെ ആരംഭത്തിൽ ദുർബലമായിരുന്ന കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വ്യാപാരം എപ്പോഴാണ് ശക്തി പ്രാപിച്ചത്? കുരിശ് യുദ്ധത്തോടു കൂടിയിട്ടാണ് ശക്തി പ്രാപിക്കുന്നത്. ഇറ്റാലിയൻ വ്യാപാരികൾ പൗരസ്ത്യ റോമ സാമ്രാജ്യവുമായും അറബികളുമായും ദീർഘദൂര വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നു. ബാഗ്ദാദ്, ദമാസ്കസ്, ജെറുസലേം തുടങ്ങിയ പട്ടണങ്ങളുമായി ഇറ്റാലിയൻ വ്യാപാരികൾക്ക് കച്ചവട ബന്ധമുണ്ടായിരുന്നു. ഏതൊക്കെ പട്ടണങ്ങളുമായിട്ടാണ്? ബാഗ്ദാദ്, ദമാസ്കസ്, ജെറുസലേം തുടങ്ങിയ പട്ടണങ്ങളുമായി ഇറ്റാലിയൻ വ്യാപാരികൾക്ക് കച്ചവട ബന്ധമുണ്ടായിരുന്നു. ഉൽപാദന വർധനവ്, ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യം, റോഡുകളുടെയും പാലങ്ങളുടെയും നിർമ്മാണം, കള്ളന്മാരെയും പിടിച്ചുപറിക്കാരെയും അമർച്ച ചെയ്യുന്നതിനുള്ള കാര്യക്ഷമമായ നടപടികൾ എന്നിവയുടെ ഫലമായി കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വാണിജ്യബന്ധം വികസിച്ചു വന്നു. ഓക്കെ, ഇനി നമ്മൾ പട്ടുതുണിപ്പാത പറഞ്ഞു. ഇവിടെ സ്പൈസ് റൂട്ട്, സുഗന്ധവ്യഞ്ജന പാത എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കിഴക്കിനെയും പടിഞ്ഞാറിനെയും ബന്ധിപ്പിച്ചിരുന്ന സമുദ്രപാതകളുടെ ഒരു ശൃംഖലയാണ് എന്ത്? സുഗന്ധവ്യഞ്ജന പാത. നമ്മൾ പറഞ്ഞു അല്ലെ, സമുദ്രപാതയാണ് അല്ലെ. ജപ്പാന്റെ തീരം, ചൈന, ഇന്തോനേഷ്യ, ഇന്ത്യ, ശ്രീലങ്ക, മധ്യേഷ്യ എന്നീ പ്രദേശങ്ങളിലൂടെ കടന്നു പോയിരുന്ന ഈ പാതയിലെ പ്രധാന കൈമാറ്റ വസ്തു എന്തായിരുന്നു? സുഗന്ധവ്യഞ്ജനങ്ങളായിരുന്നു. അപ്പോൾ കിഴക്കിനെയും പടിഞ്ഞാറിനെയും ബന്ധിപ്പിച്ചിരുന്ന സമുദ്രപാതകളുടെ ശൃംഖലയാണ് സുഗന്ധവ്യഞ്ജന പാത. അത് ഏതിലൂടെയൊക്കെയാണ് കടന്നുപോയിരുന്നത്? ജപ്പാന്റെ തീരം, ചൈന, ഇന്തോനേഷ്യ, ഇന്ത്യ, ശ്രീലങ്ക, മധ്യേഷ്യ എന്നീ പ്രദേശങ്ങളിലൂടെ കടന്നുപോയിരുന്നു. ഈ പാതയിലെ പ്രധാന കൈമാറ്റ വസ്തു എന്താണ്? സുഗന്ധ വ്യഞ്ജനങ്ങളായിരുന്നു. ഓക്കെ, ഇനി മധ്യകാല ലോകത്തെ നഗരങ്ങൾ നോക്കുക. 11ാം നൂറ്റാണ്ടോടുകൂടി പ്രാചീന റോമൻ നഗരങ്ങൾ വീണ്ടും സജീവമായി. ഇവയ്ക്കു പുറമെ താഴെ പറയുന്നവ കേന്ദ്രീകരിച്ച് പുതിയ നഗരങ്ങളും രൂപം കൊണ്ടു. എന്ത് കേന്ദ്രീകരിച്ചാണ്? ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ കൊട്ടാരങ്ങളുടെ സമീപമുള്ള നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ക്രൈസ്തവ ദേവാലയങ്ങൾക്കും മഠങ്ങൾക്കും ചുറ്റുമുള്ള വളർന്നു വന്ന നഗരങ്ങൾ, കമ്പോള കേന്ദ്രങ്ങൾ വികസിച്ച് രൂപം കൊണ്ട നഗരങ്ങൾ. അപ്പൊ ഏതൊക്കെ രീതിയിലാണ് പുതിയ നഗരങ്ങൾ രൂപം കൊണ്ടത്?
ഒന്ന്, ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ കൊട്ടാരങ്ങളുടെ സമീപമുള്ള നഗരങ്ങൾ. 2, ക്രൈസ്തവ ദേവാലയങ്ങൾക്കും മഠങ്ങൾക്കും ചുറ്റും വളർന്നു വന്ന നഗരങ്ങൾ. 3, കമ്പോള കേന്ദ്രങ്ങൾ വികസിച്ച് രൂപം കൊണ്ട നഗരങ്ങൾ. ഈ രീതിയിലൊക്കെയാണ് പുതിയ നഗരങ്ങൾ രൂപം കൊണ്ടത്. മധ്യകാലഘട്ടത്തിൽ കൃഷിക്കാർ തങ്ങളുടെ ഉൽപ്പന്നങ്ങളുമായി പൊതുവിപണന കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നു. മധ്യകാലഘട്ടത്തിൽ കൃഷിക്കാർ എന്ത് ചെയ്തു? തങ്ങളുടെ ഉൽപ്പന്നങ്ങളുമായി പൊതുവിപണന കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നു. കച്ചവടക്കാരും കരകൗശല തൊഴിലാളികളും ഇത്തരം കേന്ദ്രങ്ങളിൽ താമസിച്ച് വിദൂര പ്രദേശങ്ങളുമായുള്ള വാണിജ്യം നടത്തി. ഈ പൊതുവിപണന കേന്ദ്രങ്ങളാണ് ക്രമേണ നഗരങ്ങളായിട്ട് വികസിച്ചത്. അപ്പോൾ കർഷകർ അല്ലെങ്കിൽ കൃഷിക്കാര് തങ്ങളുടെ ഉൽപ്പന്നങ്ങളുമായി പൊതുവിപണന കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നു. ഇങ്ങനെ കച്ചവടക്കാരും കരകൗശല തൊഴിലാളികളും കേന്ദ്രങ്ങളിൽ താമസിച്ച് വിദൂര പ്രദേശങ്ങളുമായിട്ടുള്ള വാണിജ്യം നടത്തി. ഈ പൊതുവിപണന കേന്ദ്രങ്ങളാണ് പിന്നീട് നഗരങ്ങളായിട്ട് വികസിച്ചത്. യൂറോപ്പിന്റെ വിവിധ പ്രദേശങ്ങളിൽ കച്ചവട കേന്ദ്രങ്ങൾ വളർന്നു വന്നതോടുകൂടി വിനിമയത്തിന് നാണയം അത്യന്താപേക്ഷിതമായി. 13-ാം നൂറ്റാണ്ടോടെ ഇറ്റാലിയൻ നഗരങ്ങളായിട്ടുള്ള ഫ്ലോറൻസും വെനീസും സ്വന്തമായി നാണയം മുദ്രണം ചെയ്തു. 13-ാം നൂറ്റാണ്ടോടുകൂടി എന്ത് ചെയ്തു? ഇറ്റാലിയൻ നഗരങ്ങളായിട്ടുള്ള ഫ്ലോറൻസും വെനീസും സ്വന്തമായി നാണയം മുദ്രണം ചെയ്തു. ഇറ്റാലിയൻ ഉപദ്വീപിലെ തുറമുഖങ്ങളുടെ സാന്നിധ്യം, കച്ചവടക്കാർക്ക് ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങൾ, ഭരണാധികാരികളുടെ പ്രോത്സാഹനം തുടങ്ങിയവ മറ്റു യൂറോപ്യൻ പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഇറ്റാലിയൻ നഗരങ്ങളുടെ വികാസത്തിന് അനുകൂല സാഹചര്യമൊരുക്കി. അങ്ങനെ CE 1050-നും CE 1300-നും ഇടയ്ക്ക് ജനോവ, പിസ, വെനീസ്, ഫ്ലോറൻസ് തുടങ്ങിയ ഇറ്റാലിയൻ നഗരങ്ങൾ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായി മാറി. എപ്പോഴാണ്? CE 1050-നും CE 1300-നും ഇടയ്ക്കാണ് ജനോവ, പിസ, വെനീസ്, ഫ്ലോറൻസ് തുടങ്ങിയ ഇറ്റാലിയൻ നഗരങ്ങൾ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായി മാറുന്നത്. മധ്യകാല നഗരങ്ങളിൽ പലതും നദീതീരങ്ങളിലാണ് വളർന്നു വന്നത്. നദികളിലൂടെയുള്ള ചരക്കു നീക്കം എളുപ്പമായതിനാൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാനുള്ള സൗകര്യം ലഭിച്ചു. വ്യാപാര കേന്ദ്രങ്ങളിൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ സൗകര്യങ്ങൾ ഭരണാധികാരികൾ ചെയ്തു കൊടുത്തതും മധ്യകാലഘട്ടത്തിലെ ജനസംഖ്യാ വർധനവും പുതിയ നഗരങ്ങളുടെ വളർച്ചയെ സഹായിച്ച മറ്റു ഘടകങ്ങളാണ്. അപ്പോൾ വ്യാപാര കേന്ദ്രങ്ങളിൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ആര് ചെയ്തു കൊടുത്തു? ഭരണാധികാരികൾ ചെയ്തു കൊടുത്തു. അതുപോലെ തന്നെ മധ്യകാലഘട്ടത്തിലെ ജനസംഖ്യാ വർധനവ്, ഇതെല്ലാം തന്നെ പുതിയ നഗരങ്ങളുടെ വളർച്ചയെ സഹായിച്ച ഘടകങ്ങളാണ്. ഇനി ഇന്ന് നമ്മൾ കാണുന്ന ആധുനിക നഗരങ്ങൾ പോലെ ആയിരുന്നില്ല മധ്യകാല യൂറോപ്യൻ നഗരങ്ങൾ. അവ പൊതുവെ വലുപ്പം കുറഞ്ഞവയായിരുന്നു. നഗരവീഥികൾ ഇടുങ്ങിയതും വൃത്തിഹീനവുമായിരുന്നു. കെട്ടിടങ്ങൾ തടികൊണ്ടു നിർമ്മിച്ചതും വൈക്കോൽ മേഞ്ഞതുമായിരുന്നു. ജനങ്ങൾ തിങ്ങിപ്പാർത്തിരുന്ന നഗരങ്ങളിൽ തീപിടുത്തത്തിനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. നഗരവാസികളിൽ ഭൂരിഭാഗം കച്ചവടക്കാർ, കരകൗശല ജോലിക്കാർ, തൊഴിലാളികൾ എന്നിവരായിരുന്നു. നഗരവാസികളായ തൊഴിലാളികൾക്ക് സമ്പത്തില്ലാതിരുന്നതിനാൽ അവർ മറ്റുള്ളവരെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത്. ഭക്ഷണത്തിനായി നഗരങ്ങൾ ഗ്രാമങ്ങളെ ആശ്രയിച്ചിരുന്നു. ഇതൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഊന്നി പറയാം കേട്ടോ. ഇവിടെ നോക്കുക, നഗരങ്ങൾക്ക് ചുറ്റുമുള്ള കോട്ടമതിൽ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഗ്രാമങ്ങൾ അവസാനിക്കുകയും പട്ടണങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നതിൻ്റെ അടയാളങ്ങളായിരുന്നു ചുറ്റുമതിലുകൾ. ഗ്രാമങ്ങൾ അവസാനിക്കുകയും പട്ടണങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നതിൻ്റെ അടയാളമായിരുന്നു ചുറ്റുമതിലുകൾ. പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മതിലുകളിൽ വാതിലുകളും കാവൽപ്പുരകളും ഗോപുരങ്ങളും ഉണ്ടായിരുന്നു. നഗര കവാടങ്ങളിൽ നികുതി പിരിക്കുന്നതിനുള്ള സൗകര്യവും ഉണ്ടായിരുന്നു. അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാം. ഇനി കർഫ്യൂ എന്ന് പറഞ്ഞാൽ നോക്കുക, മധ്യകാല ഇംഗ്ലണ്ടിൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് വീടുകളിലെ തീ അണയ്ക്കുകയോ മൂടിയിടുകയോ ചെയ്യുന്നതിന് വേണ്ടി മണി മുഴങ്ങിയിരുന്നു. മധ്യകാല ഇംഗ്ലണ്ടിൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് എന്താണ്? വീടുകളിലെ തീ അണയ്ക്കുകയോ മൂടിയിടുകയോ ചെയ്യുന്നതിന് വേണ്ടി മണി മുഴങ്ങിയിരുന്നു. നഗരത്തിൽ ഇടയ്ക്കിടെ ഉണ്ടായിക്കൊണ്ടിരുന്ന തീപിടുത്തം ഒഴിവാക്കാനാണ് ഇങ്ങനെ ചെയ്തത്. ഇംഗ്ലണ്ടിൽ നടപ്പിലാക്കിയ ഈ നിയമമാണ് കർഫ്യൂ എന്നറിയപ്പെടുന്നത്. അഗ്നിയെ മൂടുക, കവർ ദി ഫയർ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം.
അപ്പോൾ എന്താണ് കർഫ്യൂ എന്ന് പറയുന്നത്? മധ്യകാല ഇംഗ്ലണ്ടിൽ ഇടയ്ക്കിടെ തീപിടുത്തം ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ മധ്യകാല ഇംഗ്ലണ്ടിൽ എല്ലാ ദിവസവും രാത്രി 8 മണിയാവുമ്പോൾ മണി മുഴങ്ങും. എന്തിനു വേണ്ടിയിട്ടാണ്? വീടുകളിൽ തീ അണയ്ക്കുകയോ മൂടിയിടുകയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, തീപിടുത്തം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ നടപ്പിലാക്കിയിരുന്ന ഈ ഒരു നിയമമാണ് കർഫ്യൂ എന്ന് പറയുന്നത്. ഈ കർഫ്യൂവിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്താണ്? അഗ്നിയെ മൂടുക, കവർ ദി ഫയർ എന്നാണ് അർത്ഥം. പ്രശ്നബാധിത പ്രദേശങ്ങളെ സമാധാനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായി ഗവൺമെന്റ് സ്വീകരിക്കുന്ന അടിയന്തര നടപടിയാണ് ഇപ്പോൾ കർഫ്യൂ എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ കർഫ്യൂ എന്നറിയപ്പെടുന്നത് എന്താണ്? പണ്ട് ഇതായിരുന്നു, മധ്യകാല ഇംഗ്ലണ്ടിൽ തീപിടുത്തം ഒഴിവാക്കാനായി തീ അണയ്ക്കാൻ വേണ്ടിയുള്ള മണിമുഴക്കം, അതിനെയാണ്, ആ നിയമത്തെയാണ് കർഫ്യൂ എന്ന് പറഞ്ഞത്. ഇപ്പോൾ പ്രശ്നബാധിത പ്രദേശങ്ങളെ സമാധാനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഗവൺമെന്റ് സ്വീകരിക്കുന്ന അടിയന്തര നടപടികളെയാണ് നമ്മൾ കർഫ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് കിഴക്കൻ നഗരങ്ങൾ. നോക്കുക, മധ്യകാലഘട്ടത്തിൽ പശ്ചിമ യൂറോപ്യൻ നഗരങ്ങളെ കൂടാതെ വലിയ പട്ടണങ്ങളും വ്യാപാര കേന്ദ്രങ്ങളും നിലനിന്നിരുന്ന മറ്റു പ്രദേശങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, വലിയ വലിയ പട്ടണങ്ങളും വ്യാപാര കേന്ദ്രങ്ങളും നിലനിന്നിരുന്ന പ്രദേശങ്ങൾ. അബ്ബാസിയ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന ബാഗ്ദാദ് മധ്യകാലഘട്ടത്തിൽ വ്യാപാരത്തിന്റെയും വാണിജ്യത്തിന്റെയും പ്രധാന കേന്ദ്രമായിരുന്നു. നമ്മൾ പഠിച്ചതായിരുന്നു അല്ലേ. അബ്ബാസിയ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു ഏത്? ബാഗ്ദാദ്. അത് മധ്യകാലഘട്ടത്തിന്റെ വ്യാപാരത്തിന്റെയും വാണിജ്യത്തിന്റെയും പ്രധാന കേന്ദ്രമായിരുന്നു. ബാഗ്ദാദിലെ കമ്പോളങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ അപൂർവമായ വിഭവങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ, ഓക്കെ, അതായത് ഇസ്താംബുൾ, പ്രശസ്തമായ മറ്റൊരു വാണിജ്യ കേന്ദ്രമായിരുന്നു. ഇത് നമ്മൾ പഠിച്ചു അല്ലേ. കോൺസ്റ്റാന്റിനോപ്പിളും ബാഗ്ദാദും പ്രശസ്തമായിട്ടുള്ള വാണിജ്യ കേന്ദ്രമാണ്. പട്ടുതുണി പാതയിലൂടെയും സുഗന്ധവ്യഞ്ജന പാതയിലൂടെയും എത്തിയിരുന്ന ഉൽപ്പന്നങ്ങൾ യൂറോപ്പിലേക്ക് കൊണ്ടുപോയിരുന്നത് ഈ നഗരങ്ങളിലൂടെയാണ്. ഓക്കെ, ഏതൊക്കെയാണ്? ബസറ, ഏദൻ, മക്ക, മസ്കത്ത്, ദമാസ്കസ്, സൂറത്ത്. ഓക്കെ, അപ്പോൾ ലോകത്തിന്റെ കിഴക്കും പടിഞ്ഞാറും നിലനിന്നിരുന്ന പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളും നഗരങ്ങളും ഒക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ജസ്റ്റ് ഈ നഗരങ്ങളുടെ പേരുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇതിലൂടെയാണ് എന്ത്? പട്ടുതുണിപ്പാതയും, നമ്മൾ ഈ ചിത്രം കണ്ടില്ലേ, പട്ടുതുണിപ്പാതയും സുഗന്ധവ്യഞ്ജന പാതയും ഏതിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്? അതിൽ കൊടുത്തിട്ടുള്ള സ്ഥലങ്ങളുടെ പേരാണിത്. ബസറ, ഏദൻ, മക്ക, മസ്കത്ത്, ദമാസ്കസ്, സൂറത്ത് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഗിൽഡുകൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ചെറുതായിട്ടൊന്ന് പറഞ്ഞു അല്ലേ. എന്താണ്? മധ്യകാലഘട്ടത്തിലെ സാമൂഹിക സാമ്പത്തിക ഘടനയുടെ സവിശേഷതയായിരുന്നു ഗിൽഡുകൾ. അതായത് വിവിധ തൊഴിൽ മേഖലകളിലെ വിദഗ്ധരുടെ സംഘങ്ങളായിരുന്നു ഗിൽഡുകൾ. നമ്മൾ പറഞ്ഞല്ലേ, വിവിധ തൊഴിൽ മേഖലകളിലൂടെ വിദഗ്ധർ എന്തായി ചെയ്യും? ഒരു സംഘമായിട്ട്, ഒരു കൂട്ടായ്മ രൂപം ചെയ്യും. അതിനെയാണ് ഗിൽഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ വിവിധ തൊഴിൽ മേഖലകളിലെ വിദഗ്ധരുടെ സംഘമാണ് ഗിൽഡുകൾ എന്ന് പറയുന്നത്. വ്യാപാര ഗിൽഡുകളും ഉണ്ട്, കരകൗശല ഗിൽഡുകളുണ്ട്. ഓക്കെ, വ്യാപാര ഗിൽഡുകൾ, കരകൗശല ഗിൽഡുകൾ എന്നിങ്ങനെ 2 തരം ഗിൽഡുകൾ ഉണ്ടായിരുന്നു. മധ്യകാല യൂറോപ്പിലെ നഗരങ്ങളിൽ ഉണ്ടായ വ്യാപാരത്തിന്റെ വളർച്ച, പ്രത്യേക തൊഴിൽ മേഖലയുടെ രൂപീകരണം, പട്ടണങ്ങളിലെ ഉയർന്ന നികുതിക്കും ചൂഷണത്തിനുമെതിരെ നിലകൊള്ളേണ്ട ആവശ്യകത, സംഘടനാ ബോധം തുടങ്ങിയവയെല്ലാം ഗിൽഡുകളുടെ രൂപീകരണത്തിലേക്ക് നയിച്ച ഘടകങ്ങളാണ്. അപ്പോൾ ഗിൽഡുകളുടെ രൂപീകരണത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, മധ്യകാല യൂറോപ്പിലെ നഗരങ്ങളിൽ ഉണ്ടായ വ്യാപാരത്തിന്റെ വളർച്ച, പ്രത്യേക തൊഴിൽ മേഖലയുടെ രൂപീകരണം, പട്ടണങ്ങളിലെ ഉയർന്ന നികുതിക്കും ചൂഷണത്തിനുമെതിരെ നിലകൊള്ളേണ്ടതിന്റെ ആവശ്യകത, സംഘടനാ ബോധം തുടങ്ങിയവയെല്ലാമാണ് ഗിൽഡുകളുടെ രൂപീകരണത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ. പരസ്പര സഹായവും സഹകരണവും വളർത്തുക, കമ്പോളത്തുക നിലനിർത്തുക, സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക എന്നീ ലക്ഷ്യങ്ങളാണ് ഗിൽഡുകൾക്കുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഗിൽഡുകളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? പരസ്പര സഹായം, സഹകരണം വളർത്തുക, കമ്പോളത്തുക നിലനിർത്തുക, സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക എന്നീ ലക്ഷ്യങ്ങളാണ് ഗിൽഡുകൾക്കുണ്ടായിരുന്നത്. വ്യാപാര ഗിൽഡുകളാണ് ആദ്യമായി രൂപം കൊണ്ടത്. ഓക്കെ, വ്യാപാര ഗിൽഡുകളും ഉണ്ട്, കരകൗശല ഗിൽഡുകളും ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ വ്യാപാര ഗിൽഡുകളാണ് ആദ്യമായി രൂപം കൊണ്ടത്. വ്യാപാര വളർച്ചയെ ലക്ഷ്യമാക്കിയ അവ പട്ടണങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് നഗരാന്തര ലീഗുകൾ രൂപീകരിച്ചു. വ്യാപാര വളർച്ച ലക്ഷ്യമാക്കിയ അവ പട്ടണങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് എന്ത് രൂപീകരിച്ചു? നഗരാന്തര ലീഗുകൾ രൂപീകരിച്ചു.
യൂറോപ്പിലെ വിവിധ നഗരങ്ങളിലെ വ്യാപാര പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്ന ഹാൻസിയാറ്റിക് ലീഗ് ഇതിനൊരു ഉദാഹരണമാണ്. അപ്പം നഗരാന്തര ലീഗുകൾക്ക് ഉദാഹരണമാണ് ഹാൻസിയാറ്റിക് ലീഗ്. ഓക്കെ, യൂറോപ്പിലെ വിവിധ നഗരങ്ങളിലെ വ്യാപാര പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്ന ഹാൻസിയാറ്റിക് ലീഗ് ഇതിനൊരു ഉദാഹരണമാണ്. മധ്യകാലത്തെ കരകൗശല തൊഴിലാളികളുടെയും മറ്റു വിദഗ്ധ തൊഴിലാളികളുടെയും സംഘങ്ങളാണ് എന്ത് കരകൗശല ഗിൽഡുകൾ എന്ന് പറയുന്നത്. തുകൽ പണിക്കാർ, മരപ്പണിക്കാർ, ഇരുമ്പ് പണിക്കാർ തുടങ്ങി ഓരോ തൊഴിൽ വിഭാഗത്തിനും പ്രത്യേകം ഗിൽഡുകൾ ഉണ്ടായിരുന്നു. വ്യവസായവൽക്കരണം, ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളർച്ച എന്നിവ ഗിൽഡ് സമ്പ്രദായത്തിന്റെ പതനത്തിന് കാരണമായി. ഓക്കെ, ഗിൽഡ് സമ്പ്രദായത്തിന്റെ പതനത്തിന് കാരണമായത് എന്താണ്? വ്യവസായവൽക്കരണം, ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളർച്ച എന്നിവയാണ്. ഇനി ഗിൽഡുകളുടെ ചുമതല കൊടുത്തിട്ടുണ്ട് ഒരു പദസൂര്യനായിട്ട്. ഗിൽഡുകളുടെ ചുമതലകൾ എന്തൊക്കെയാണ്? അധ്വാന വിഭജനം, ഉൽപ്പന്നത്തിന്റെ നിലവാരം നിലനിർത്തൽ, വിൽപ്പന രീതി തീരുമാനിക്കൽ, വില നിർണയം, അധ്വാന സമയം നിശ്ചയിക്കൽ, തൊഴിൽ നിയമങ്ങൾ രൂപീകരിക്കൽ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഗിൽഡുകളുടെ ചുമതലകൾ എന്തൊക്കെയാണ്? അധ്വാന വിഭജനം, ഉൽപ്പന്നത്തിന്റെ നിലവാരം നിലനിർത്തൽ, വിൽപ്പന രീതി തീരുമാനിക്കൽ, വില നിർണയം, അധ്വാന സമയം നിശ്ചയിക്കൽ, തൊഴിൽ നിയമങ്ങൾ രൂപീകരിക്കൽ എന്നിവയാണ് ഗിൽഡുകളുടെ പ്രധാനപ്പെട്ട ചുമതലകൾ. ഓക്കെ, ഇനി മധ്യകാല വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ്. അടിസ്ഥാന വിദ്യാഭ്യാസം, സർവകലാശാലകൾ, ഗ്രീക്കോ റോമൻ വിജ്ഞാനം, ഇസ്ലാമിക വിജ്ഞാനം എന്നിവയുടെ വ്യാപനം മധ്യകാലഘട്ടത്തിന്റെ സവിശേഷതയായിരുന്നു. ഓക്കെ, അടിസ്ഥാന വിദ്യാഭ്യാസം, സർവകലാശാലകൾ, ഗ്രീക്കോ റോമൻ വിജ്ഞാനം, ഇസ്ലാമിക വിജ്ഞാനം എന്നിവയുടെ വ്യാപനം മധ്യകാലഘട്ടത്തിന്റെ സവിശേഷതയായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസത്തിനായി ധാരാളം സ്കൂളുകൾ ഇക്കാലത്ത് വളർന്നു വന്നു. വ്യാകരണം, ലാറ്റിൻ ഭാഷ, ജ്യോതിശാസ്ത്രം, സാഹിത്യം, തത്വചിന്ത, ഗണിതം, പ്രകൃതി നിയമങ്ങൾ തുടങ്ങിയവയായിരുന്നു മധ്യകാല യൂറോപ്യൻ സ്കൂളുകളിലെ പ്രധാന പഠന വിഷയങ്ങൾ. എന്തൊക്കെയായിരുന്നു? വ്യാകരണം, ലാറ്റിൻ ഭാഷ, ജ്യോതിശാസ്ത്രം, സാഹിത്യം, തത്വചിന്ത, ഗണിതം, പ്രകൃതി നിയമങ്ങൾ തുടങ്ങിയവയായിരുന്നു. മധ്യകാല യൂറോപ്പിലെ സ്ത്രീകളിൽ വിദ്യാഭ്യാസത്തിന് അവസരം ലഭിച്ചിരുന്നത് കന്യാസ്ത്രീകൾക്കും അപൂർവം ചില പ്രഭുക്കന്മാരുടെയും ഭരണാധികാരികളുടെയും മക്കൾക്കും മാത്രമായിരുന്നു. ഓക്കെ, മധ്യകാല യൂറോപ്പിൽ സ്ത്രീകളിൽ വിദ്യാഭ്യാസം അവസരം ലഭിച്ചിരുന്നത് ആർക്ക് മാത്രമാണ്? കന്യാസ്ത്രീകൾക്കും അപൂർവം ചില പ്രഭുക്കന്മാരുടെയും ഭരണാധികാരികളുടെയും മക്കൾക്കും മാത്രമായിരുന്നു. മധ്യകാലഘട്ടത്തിൽ വിദ്യാഭ്യാസം പ്രാഥമിക തലത്തിൽ മാത്രമായി ചുരുങ്ങിയിരുന്നില്ല. സർവകലാശാല വിദ്യാഭ്യാസവും അക്കാലത്ത് വ്യാപകമായി. തത്വചിന്ത, നിയമം, സാഹിത്യം, വൈദ്യശാസ്ത്രം, വിവിധ ഭാഷകൾ, ജാമിതി തുടങ്ങിയവയായിരുന്നു സർവകലാശാലകളിലെ പഠന വിഷയങ്ങൾ. 11ഉം 12ഉം നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ നിരവധി സർവകലാശാലകൾ സ്ഥാപിക്കപ്പെട്ടു. അവയിൽ പ്രധാനപ്പെട്ടവയാണ്. അപ്പോൾ എന്താണ് 12ആം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന സർവകലാശാലകളാണ് പറയുന്നത്. ഒന്ന് ബൊളോണ സർവകലാശാല ഇറ്റലിയിലാണ്. ഓക്കെ, ബൊളോണ ഇറ്റലി. കോൺസ്റ്റാന്റിനോപ്പിളിൽ ഉണ്ടായിരുന്നതാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ സർവകലാശാല തുർക്കി. ഓക്കെ, ബൊളോണ ഇറ്റലി, കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കി, പാരീസ് ഫ്രാൻസിൽ, ദെൻ ഓക്സ്ഫോർഡും കേംബ്രിഡ്ജ് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഇനി കരോലിൻജിയൻ നവോത്ഥാനം എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലെ കഴിഞ്ഞ ചാപ്റ്ററിൽ. ഒന്ന് വായിച്ചു നോക്കാം. 8-9 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ വളർന്നു വന്ന സാംസ്കാരികവും ബൗദ്ധികവുമായ ഉണർവിനെയാണ് പൊതുവെ ചരിത്രകാരന്മാർ കരോലിൻജിയൻ നവോത്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഷാലമീൻ ചക്രവർത്തി ഓർമ്മയുണ്ടല്ലോ, ഷാലമീൻ ചക്രവർത്തിയുടെയും അദ്ദേഹത്തിന്റെ പിൻഗാമി ലൂയിയുടെയും കാലഘട്ടത്തിലാണ് ഈ നവോത്ഥാനം പ്രധാനമായും നടന്നത്. വിദ്യാഭ്യാസം നേടിയ ഒരു വിഭാഗം ജനങ്ങൾ സമൂഹത്തിൽ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ ഷാലമീൻ ചക്രവർത്തി തന്റെ സാമ്രാജ്യത്തിലെ സന്യാസി മഠങ്ങളും കത്തീഡ്രലുകളും സൗജന്യ പ്രാഥമിക വിദ്യാഭ്യാസം നൽകണമെന്ന കൽപ്പന പുറപ്പെടുവിച്ചു. ഓക്കെ, അപ്പൊ കരോലിൻജിയൻ നവോത്ഥാനവും ഷാലമീൻ ചക്രവർത്തിയെയും ഓർത്തിരിക്കുക. മധ്യകാലഘട്ടത്തിലെ പ്രശസ്തമായ സർവകലാശാലകളിൽ ഒന്നായിരുന്നു അറബികൾ സ്പെയിനിൽ സ്ഥാപിച്ച കൊർദോവ സർവകലാശാല. ഓക്കെ, മധ്യകാലഘട്ടത്തിലെ പ്രശസ്തമായ സർവകലാശാലകളിൽ ഒന്നാണ് അറബികൾ സ്പെയിനിൽ സ്ഥാപിച്ച കൊർദോവ സർവകലാശാല.
ആയിരക്കണക്കിന് കൈയെഴുത്തു പത്രികകൾ സൂക്ഷിച്ചിരുന്ന വിശാലമായ ലൈബ്രറി ഇതിൻ്റെ സവിശേഷതകളിൽ ഒന്നായിരുന്നു. ഇവിടെ ഗ്രീക്ക്, സിറിയക്, പേർഷ്യൻ, സംസ്കൃതം എന്നീ ഭാഷകൾ പഠിക്കുവാനുള്ള സൗകര്യമുണ്ടായിരുന്നു. സർവകലാശാലയിലെ ലൈബ്രറിയിൽ ഈ ഭാഷകളിലുള്ള ഗ്രന്ഥങ്ങളുടെ അറബി തർജ്ജമയും ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതി യൂറോപ്പിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നില്ല. അബ്ബാസിയ ഖലീഫമാരുടെ കാലത്താണ് മധ്യേഷ്യയിൽ വിദ്യാഭ്യാസം വ്യാപകമാകുന്നത്. അബ്ബാസിയ ഖലീഫ രണ്ടും നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ആ ഒരു സമയത്താണ് വിദ്യാഭ്യാസം മധ്യേഷ്യയിൽ വ്യാപകമാകുന്നത്. 10ാം നൂറ്റാണ്ടോടെ ആരംഭിച്ച പ്രാഥമിക വിദ്യാലയങ്ങളിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകിയിരുന്നു. അറബി ലോകത്ത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസ സൗകര്യം ഉണ്ടായിരുന്നു. സ്ത്രീകൾ പഠനത്തിലൂടെ ഇജാസ് എന്ന ഡിഗ്രി നേടി അധ്യാപികമാരാകാൻ അവസരമുണ്ടായിരുന്നു. ഓക്കെ, സ്ത്രീകൾക്ക് പഠനത്തിലൂടെ അവർ നേടുന്ന ഡിഗ്രിയുടെ പേരെന്താണ്? ഇജാസ്. ഇജാസ് എന്ന് പറയുന്ന ഡിഗ്രി നേടി അധ്യാപികമാരാകാൻ സ്ത്രീകൾക്ക് അവസരമുണ്ടായിരുന്നു അറബി ലോകത്തിൽ. മധ്യേഷ്യയിലെ ബാഗ്ദാദ്, ദമാസ്കസ് എന്നിവിടങ്ങളിലെ സർവകലാശാലകളിലും ഈജിപ്തിലെ അൽ അസ്ഹർ സർവകലാശാലയും മധ്യകാലഘട്ടത്തിലെ ശ്രദ്ധേയമായ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായിരുന്നു. മധ്യകാലഘട്ടത്തിൽ കിഴക്കനേഷ്യൻ പ്രദേശങ്ങളും വിദ്യാഭ്യാസ പുരോഗതിക്ക് സാക്ഷ്യം വഹിച്ചു. പ്രാചീന കാലം മുതൽ തന്നെ ചൈനയുടെ വിവിധ പ്രദേശങ്ങളിൽ സ്കൂളുകൾ സ്ഥാപിച്ചിരുന്നു. വ്യക്തിത്വ വികാസത്തോടൊപ്പം കുടുംബത്തിനും രാജ്യത്തിനും ഗുണപരമായ സംഭാവനകൾ നൽകാൻ കഴിയുന്നതാണ് വിദ്യാഭ്യാസം എന്ന വിശ്വാസമായിരുന്നു ഇതിനു പിന്നിൽ. ചൈനയിലെ വിദ്യാലയങ്ങളിൽ 6 വയസ്സ് മുതലാണ് പഠനം ആരംഭിച്ചിരുന്നത്. ചൈനയിലെ വിദ്യാലയങ്ങളിൽ എത്ര വയസ്സ് മുതലാണ്? 6 വയസ്സ് മുതലാണ് പഠനം ആരംഭിച്ചിരുന്നത്. ഈ വിദ്യാലയങ്ങൾ ഭൂരിഭാഗവും ഏകാധ്യാപക വിദ്യാലയങ്ങളായിരുന്നു അല്ലെ. എല്ലാ സബ്ജക്റ്റും ഒരു അധ്യാപകൻ തന്നെയായിരിക്കും പഠിപ്പിക്കുന്നുണ്ടാവുക. അപ്പോൾ എന്താണ്? ഏകാധ്യാപക വിദ്യാലയങ്ങളായിരുന്നു. ബുദ്ധമത വിഹാരങ്ങളോട് ചേർന്നുള്ള പഠന കേന്ദ്രങ്ങളിൽ ബുദ്ധമത ദർശനം നിർബന്ധ വിഷയമായിരുന്നു. ഓക്കെ, ബുദ്ധമത വിഹാരങ്ങളോട് ചേർന്നുള്ള പഠന കേന്ദ്രങ്ങളിൽ എന്ത് പഠിപ്പിക്കണം? ബുദ്ധമത ദർശനം നിർബന്ധമായിട്ടുള്ള ഒരു വിഷയമായിരുന്നു. 6 വയസ്സ് മുതലാണ് ഇവിടെ പഠനം ആരംഭിച്ചിരുന്നത്. വിദ്യാർത്ഥികൾ അധ്യാപകരോടൊപ്പം താമസിച്ചു പഠിച്ചിരുന്ന ഗുരുകുല സമ്പ്രദായം മധ്യകാല ഇന്ത്യയിലും നിലനിന്നിരുന്നു. ഓക്കെ, മധ്യകാല ഇന്ത്യയിലും എന്തുണ്ടായിരുന്നു? ഗുരുകുല സമ്പ്രദായം ഉണ്ടായിരുന്നു. വ്യാകരണം, ഭാഷ, സാഹിത്യം, തത്വചിന്ത, ജ്യോതിശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളാണ് ഇവിടെ പ്രധാനമായും പഠിപ്പിച്ചിരുന്നത്. ദക്ഷിണേന്ത്യയിൽ മധ്യകാലഘട്ടത്തിൽ ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് നിരവധി വിദ്യാലയങ്ങൾ നിലനിന്നിരുന്നു. ഓക്കെ, ഇനി പുസ്തക നിർമ്മാണം നോക്കുക. കോർദോവയിലെയും ബാഗ്ദാദിലെയും കെയ്റോയിലെയും വായനശാലകളിൽ ആയിരക്കണക്കിന് ആളുകൾ കയ്യെഴുത്തു പത്രികകൾ തയ്യാറാക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്നു. തുണിയിൽ നിന്ന് നിർമ്മിക്കുന്ന പേപ്പറാണ് ഇതിന് ഉപയോഗിച്ചിരുന്നത്. മരത്തിൽ നിർമ്മിച്ച അച്ചുകളും ഇവർ ഉപയോഗിച്ചിരുന്നു. ലോകത്തെ ആദ്യ പേപ്പർ മിൽ ബാഗ്ദാദിലാണ് സ്ഥാപിക്കപ്പെട്ടത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, ലോകത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ എവിടെയാണ്? ബാഗ്ദാദിലാണ് സ്ഥാപിക്കപ്പെട്ടത്. രണ്ടാമത് കോർദോവയിലും. ഓക്കെ, ലോകത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ ബാഗ്ദാദിലാണ്, രണ്ടാമത്തേത് കോർദോവയിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്തത് കലയും സാഹിത്യവും നോക്കുക. മധ്യകാല ലോകം വാസ്തുവിദ്യയിൽ കൈവരിച്ച പുരോഗതി സൂചിപ്പിക്കുന്ന ചിത്രങ്ങളാണ് മുകളിൽ തന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ കണ്ടതാണ് അല്ലേ. റോമനസ്ക് ശൈലി, ഗോഥിക് ശൈലി, കരോലിൻഷ്യൻ ശൈലി എന്ന് പറഞ്ഞ് 3 ശൈലിയിലുള്ള ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. റോമനസ്ക്, ഗോഥിക് ശൈലികളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞല്ലോ. ഇതിനു പുറമെ പ്രാചീന റോമൻ വാസ്തുശൈലിയെ ബൈസാൻറ്റിയൻ വാസ്തുശൈലിയുമായി യോജിപ്പിച്ച ഒരു പുതിയ ശൈലി ഷാലമീൻ ചക്രവർത്തി രൂപപ്പെടുത്തി. ബൈസാൻറ്റിയൻ ശൈലി എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ. ഇത് കരോലിൻഷ്യൻ ശൈലി എന്നും അറിയപ്പെട്ടിരുന്നു. ഇതും നമ്മൾ പറഞ്ഞതാണ്. താഴികക്കുടങ്ങളും കമാനാകൃതിയിലുള്ള വാതിലുകളും വലിയ തൂണുകളും മൊസൈക്ക് തറകളും ഇതിൻ്റെ സവിശേഷതകളാണ്. അപ്പോൾ കരോലിൻഷ്യൻ ശൈലിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? താഴികക്കുടങ്ങളും കമാനാകൃതിയിലുള്ള വാതിലുകളും വലിയ തൂണുകളും മൊസൈക്ക് തറകളും ഇതിൻ്റെ സവിശേഷതകളാണ്. കുരിശ് യുദ്ധങ്ങളുടെ കാലത്ത് യൂറോപ്യൻ ജനത ഇസ്ലാമിക സംസ്കാരവുമായി കൂടുതൽ പരിചയത്തിലായി. കലയും സാഹിത്യവും ഈ കാലഘട്ടത്തിൽ വിനിമയം ചെയ്യപ്പെട്ടു. പൗരസ്ത്യ കലയും വാസ്തുശില്പവും പാശ്ചാത്യ ശൈലിയിൽ വ്യാപകമായ സ്വാധീനം ചെലുത്തി.
അവയ്ക്ക് ഉദാഹരണമാണ് കുരിശുയുദ്ധത്തിൽ പങ്കെടുത്ത് തിരിച്ചു വന്ന ശേഷം ഫ്രഞ്ച് ചക്രവർത്തി ലൂയി 9 പണി കഴിപ്പിച്ച പാരീസിലെ ആദ്യത്തെ ആശുപത്രിയായ ക്വീൻ സേവിങ് ഗിറ്റും. ഓക്കെ, ക്വീൻ സേവിങ് ഗിറ്റും എന്ന് പറയുന്നത് ഫ്ലോറൻസിലെ പ്ലാറ്റോണിക് അക്കാദമിയും. ഓക്കെ, ക്വീൻ സേവിങ് ഗിറ്റും അതുപോലെ തന്നെ ഫ്ലോറൻസിലെ പ്ലാറ്റോണിക് അക്കാദമിയും ഇതിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ആരാണിത് പണി കഴിപ്പിച്ചത്? ഫ്രഞ്ച് ചക്രവർത്തിയായ ലൂയി 9 പണി കഴിപ്പിച്ചതാണ് പാരീസിലെ ആദ്യത്തെ ആശുപത്രിയായിട്ടുള്ള ക്വീൻ സേവിങ് ഗിറ്റും ഫ്ലോറൻസിലെ പ്ലാറ്റോണിക് അക്കാദമിയും. പാശ്ചാത്യ സംഗീതത്തിന്റെ ആരംഭം മധ്യകാലഘട്ടത്തിലാണ്. പാശ്ചാത്യ സംഗീതത്തിന്റെ ആരംഭം എവിടെ മുതലാണ്? മധ്യകാലഘട്ടത്തിലാണ്. പള്ളികളിലെ സംഗീതത്തോടൊപ്പം മതേതര സംഗീതവും ആ കാലഘട്ടത്തിൽ വികസിച്ചു. CE 500 മുതൽ 1400 വരെയുള്ള കാലഘട്ടത്തിലെ യൂറോപ്യൻ സംഗീതത്തിൽ അറബി ഗാനങ്ങളുടെ സ്വാധീനം കാണാവുന്നതാണ്. ഉമവിയ, അബ്ബാസിയ ഖലീഫമാരുടെ കാലത്ത് അറബ് സംഗീതം കൂടുതൽ വികാസം പ്രാപിച്ചു. ഉമവിയ, അബ്ബാസിയ, ഖലീഫ ഈ കാലഘട്ടമൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അറബ് സംഗീതം കൂടുതൽ വികാസം പ്രാപിച്ചു. ഉമവിയ കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തനായ സംഗീതജ്ഞനാണ് ഇബ്ൻ മിസ്ജ. ഓക്കെ, ഉമവിയ കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തനായ സംഗീതജ്ഞൻ ആരാണ്? ഇബ്ൻ മിസ്ജ. അദ്ദേഹം സിറിയയിലൂടെയും പേർഷ്യയിലൂടെയും സഞ്ചരിച്ച് ബൈസാന്റിയൻ സംഗീതത്തിലും പേർഷ്യൻ സംഗീതത്തിലും അറിവ് നേടുകയും അറബ് സംഗീതത്തിന് ആരംഭം കുറിക്കുകയും ചെയ്തു. ഈ കാലഘട്ടത്തിലെ പ്രശസ്തരായ സംഗീതജ്ഞരിൽ ചിലരാണ് പേർഷ്യൻ സംഗീതജ്ഞനായിട്ടുള്ള ഇബ്ൻ മുഹരിസ്. ഓക്കെ, പേർഷ്യൻ സംഗീതജ്ഞനായിരുന്ന ഇബ്ൻ മുഹരിസ്, ഇബ്ൻ സുരായി തുടങ്ങിയവർ. മധ്യകാല ലോകത്തെ സാഹിത്യകൃതികളിലെ പ്രധാന പ്രതിപാദ്യം മതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു. എന്നാൽ മറ്റു വിഷയങ്ങളും ഈ കാലഘട്ടത്തിലെ രചനകൾക്ക് ആസ്പദമായിരുന്നു. അക്കാലത്തെ ചില സാഹിത്യകാരന്മാരും അവരുടെ കൃതികളുമാണ് പട്ടികയിൽ നൽകിയിരിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കുക, മധ്യകാല ലോകത്തെ സാഹിത്യകാരന്മാരും അവരുടെ പ്രശസ്തമായിട്ടുള്ള കൃതികളുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം അത് പഠിച്ചു വെക്കണം കേട്ടോ. ഒമർ ഖയ്യാം, ഒമർ ഖയ്യാമിൻ്റെ ഏതാണ്? റുബായിയാത്ത്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചില്ലേ? ഒമർ ഖയ്യാമിൻ്റെ കൃതിയാണ് റുബായിയാത്ത്. അൽ ഫിർദൌസിയുടെ കൃതി ഏതാണ്? ഷാനാമ. ഇതും നമ്മൾ പഠിച്ചു അല്ലേ? അൽ ഫിർദൌസിയുടെ കൃതിയാണ് ഷാനാമ. ഇബ്നു ഖൽദൂൻ, ഇബ്നു ഖൽദൂൻ്റെ കൃതി ഏതാണ്? കിതാബുൽ ഇബാദ് ആണ്. കിതാബുൽ ഇബാദ്. തോമസ് അക്യുനാസ്, തോമസ് അക്യുനാസിൻ്റെ കൃതിയാണ് സമ്മാ തിയോളജി. ഏതാണ്? സമ്മാ തിയോളജി. സെന്റ് അഗസ്റ്റിൻ, സെന്റ് അഗസ്റ്റിൻ്റെ കൃതി ഏതാണ്? സിറ്റി ഓഫ് ഗോഡ് ആണ്. സെന്റ് അഗസ്റ്റിൻ സിറ്റി ഓഫ് ഗോഡ്. പീറ്റർ അബിലാഡ്, പീറ്റർ അബിലാഡിൻ്റെ കൃതി ഏതാണ്? ഡയലോഗ് ആണ്. ഡയലോഗ്. കൽഹണൻ, കൽഹണൻ്റെ കൃതി ഏതാണ്? രാജതരംഗിണിയാണ്. ജയദേവന്റെ കൃതിയാണ് ഗീതാ ഗോവിന്ദം. ജയദേവന്റെ കൃതി ഏതാണ്? ഗീതാ ഗോവിന്ദം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മധ്യകാലഘട്ടത്തിൽ ചിത്രകലയും ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചു. ചിത്രങ്ങളിലെ പ്രധാന പ്രതിപാദ്യം മതവിഷയങ്ങളായിരുന്നു. സെന്നി ഡി പെപ്പോ വരച്ച സാൻ ട്രിനിറ്റ മഡോണ എന്ന ചിത്രം മധ്യകാലഘട്ടത്തിൽ ചിത്രകല കൈവരിച്ച വികാസത്തിന് ഉദാഹരണമാണ്. ആരുടേതാണ്? സെന്നി ഡി പെപ്പോ വരച്ച ചിത്രമാണ് സാന്റ ട്രിനിറ്റ മഡോണ. ഓക്കെ, സാന്റ ട്രിനിറ്റ മഡോണ എന്ന് പറയുന്ന ചിത്രം ആര് വരച്ചതാണ്? സെന്നി ഡി പെപ്പോ വരച്ചതാണ്. ഓക്കെ, ഇനി ശാസ്ത്ര മേഖലയിൽ വരുന്ന സംഭാവനകളാണ്. ശാസ്ത്രരംഗത്ത് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ നിരവധി പണ്ഡിതന്മാർ മധ്യകാല ലോകത്ത് ജീവിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ചില പണ്ഡിതന്മാരും അവരുടെ സംഭാവനകളുമാണ് കൊടുത്തിട്ടുള്ളത്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇബ്നു സീന, ഇബ്നു സീനയുടെ സംഭാവന എന്താണ്? വൈദ്യശാസ്ത്രജ്ഞനാണ്, തത്വചിന്തകനാണ്. ഓക്കെ, ഇബ്നു സീന വൈദ്യശാസ്ത്രജ്ഞനും തത്വചിന്തകനുമാണ്. അബു അൽ ഖാസിം, അബു അൽ ഖാസിം ശസ്ത്രക്രിയയുടെ പിതാവാണ്. ഓക്കെ, അബു അൽ ഖാസിം ശസ്ത്രക്രിയയുടെ പിതാവ്. അൽബിറൂനി, അൽബിറൂനി ഭൂഗർഭശാസ്ത്രത്തിൻ്റെയും നരവംശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാന ആശയങ്ങൾ രൂപപ്പെടുത്തിയത് ആരാണ്? അൽബിറൂനിയാണ്. അടുത്തത് മുഹമ്മദ് അൽ റാസി, മുഹമ്മദ് അൽ റാസി വൈദ്യശാസ്ത്രത്തിന് സംഭാവനകൾ നൽകിയതാണ് മുഹമ്മദ് അൽ റാസി. റോജർ ബേക്കൺ, റോജർ ബേക്കൺ എന്ന് പറയുമ്പോൾ യന്ത്രനിർമ്മിത വാഹനങ്ങളുടെയും ആകാശയാനങ്ങളുടെയും കണ്ടുപിടുത്തത്തിന് അടിത്തറയേകിയത് ആരാണ്? റോജർ ബേക്കൺ ആണ്. ഭാസ്കര ടു ജ്യോതിശാസ്ത്രത്തിന് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകി. ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഭാസ്കര ടു ജ്യോതിശാസ്ത്രത്തിന് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകി.
ഇനി മധ്യകാല ശാസ്ത്രത്തിന് അറബികൾ നൽകിയ ശ്രദ്ധേയമായ സംഭാവനകൾ നോക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മധ്യകാല ശാസ്ത്രത്തിന് അറബികൾ നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണ്? അറബി അക്കങ്ങളും പൂജ്യവും ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിൽ പ്രചരിച്ചു. അറബി അക്കങ്ങളും പൂജ്യവും ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിൽ പ്രചരിപ്പിച്ചു. രസതന്ത്രത്തെ ഒരു ശാസ്ത്രം എന്ന നിലയിൽ വികസിപ്പിച്ചത് അറബികളാണ്. രസതന്ത്രത്തെ ഒരു ശാസ്ത്രം എന്ന നിലയിൽ വികസിപ്പിച്ചത് അറബികളാണ്. ബീജഗണിതത്തിൻ്റെയും ഓൾജിബ്രയുടെയും ശാസ്ത്രത്തിൻ്റെയും ഒപ്റ്റിക്സിൻ്റെയും ഉപജ്ഞാതാക്കൾ ആരാണ്? അറബികളാണ്. അപ്പോൾ അറബികളുടെ പങ്ക് വളരെ വലുതാണ്. മധ്യകാല ശാസ്ത്രത്തിന് അറബികൾ നൽകിയിട്ടുള്ള സംഭാവനകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അറബി അക്കങ്ങളും പൂജ്യവും ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിൽ പ്രചരിപ്പിച്ചു. രസതന്ത്രത്തെ ഒരു ശാസ്ത്രം എന്ന നിലയിൽ വികസിപ്പിച്ചു. ബീജഗണിതത്തിൻ്റെയും പ്രകാശശാസ്ത്രത്തിൻ്റെയും ഉപജ്ഞാതാക്കൾ അറബികളാണ്. ഇനി കുരിശ് യുദ്ധങ്ങൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു. കുരിശ് യുദ്ധങ്ങൾ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വിജ്ഞാനത്തിന്റെ കൈമാറ്റത്തിന് കാരണമായി. അറബികളുമായുള്ള ബന്ധത്തിലൂടെ യൂറോപ്യൻ ജനത പരിചയിച്ച സാങ്കേതിക ജ്ഞാനങ്ങളിൽ ചിലത് എന്തൊക്കെയാണ്? അറബികളുമായുള്ള ബന്ധത്തിലൂടെ യൂറോപ്യൻ ജനത പരിചയിച്ച സാങ്കേതിക ജ്ഞാനങ്ങൾ: 1. ടെലിസ്കോപ്പിന്റെ നിർമ്മാണത്തിനുള്ള ഉപകരണങ്ങൾ. 2. നഗരങ്ങളിലെ തെരുവ് ദീപങ്ങൾ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ. അടുത്തത് മെക്കാനിക്കൽ ക്ലോക്കുകൾ, ഗിയറിന്റെ തത്വം, ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ, ബീജഗണിതം, ആൽക്കമി, ത്രികോണമിതി. ഇതൊക്കെയാണ് അറബികളുമായുള്ള ബന്ധത്തോടു കൂടി യൂറോപ്യൻ ജനത പരിചയിച്ച സാങ്കേതിക ജ്ഞാനങ്ങൾ എന്ന് പറയുന്നത്. ഇനി മധ്യകാല ചൈനയും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിരുന്നു. മധ്യകാല ചൈനയും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിരുന്നു. വെടിമരുന്ന്, ഭൂകമ്പമാപിനി, വടക്കുനോക്കി യന്ത്രം, അച്ചടി, ജ്യോതിശാസ്ത്രജ്ഞരും നാവികരും ഉപയോഗിക്കുന്ന ആസ്ട്രലാബ് എന്നിവയെല്ലാം മധ്യകാല ചൈനയുടെ സംഭാവനകളാണ്. നമ്മൾ മുന്നേ പഠിച്ചല്ലേ മധ്യകാല ചൈനയുടെ സംഭാവനകൾ എന്തൊക്കെയാണ്? വെടിമരുന്ന്, ഭൂകമ്പമാപിനി, വടക്കുനോക്കി യന്ത്രം, അച്ചടി, ജ്യോതിശാസ്ത്രജ്ഞർ, നാവികർ ഉപയോഗിക്കുന്ന ആസ്ട്രലാബ് എന്നിവയെല്ലാം മധ്യകാല ചൈനയുടെ സംഭാവനകളാണ്. യൂറോപ്പിൽ പ്രചരിച്ച മധ്യകാല പൗരസ്ത്യ ദർശനങ്ങളും ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ആധുനിക ലോകത്തിന്റെ ഉദയത്തിനും വ്യാവസായിക ശാസ്ത്ര രംഗങ്ങളുടെ പുരോഗതിക്കും അടിത്തറയേകി. ഇനി ഇവിടെ കൈഫങ്ങിലെ ക്ലോക്ക് ടവർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നോക്കുക. ലോകത്ത് ആദ്യമായി ക്ലോക്കുകൾ നിർമ്മിച്ചത് 8-ാം നൂറ്റാണ്ടിൽ ചൈനക്കാരാണ്. ലോകത്ത് ആദ്യമായിട്ട് ക്ലോക്കുകൾ നിർമ്മിച്ചത് ആരാണ്? 8-ാം നൂറ്റാണ്ടിൽ ചൈനക്കാരാണ്. ജലശക്തിയാൽ പ്രവർത്തിക്കുന്ന 12 മീറ്റർ ഉയരമുള്ള ജ്യോതിശാസ്ത്ര ക്ലോക്കിനെ കുറിച്ച് ചൈനീസ് രേഖകളിൽ വിവരിക്കുന്നു. 12 മീറ്റർ ഉയരമുള്ള ജ്യോതിശാസ്ത്ര ക്ലോക്കിനെ കുറിച്ച് ചൈനീസ് രേഖകളിൽ വിവരിക്കുന്നു. ഈ ക്ലോക്കിന്റെ ഭാഗമായ ചെറിയ മനുഷ്യരൂപങ്ങൾ ഇടവേളകളിൽ മണിയടിക്കുകയും ചെണ്ട കൊട്ടുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. ലോകത്ത് ആദ്യമായി ക്ലോക്കുകൾ നിർമ്മിച്ചത് ചൈനക്കാരാണ് 8-ാം നൂറ്റാണ്ടിൽ എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയോ ആണ് നമ്മുടെ കിഴക്ക് പടിഞ്ഞാറ് വിനിമയങ്ങളുടെ കാലഘട്ടം എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്.